പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 27 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പരീക്ഷാ സമയങ്ങളിൽ കർത്താവെ അങ്ങ് അവിടെ കൂടെ വസിച്ചുകൊണ്ട് അവർക്ക്
ചിലർക്ക് പരീക്ഷ എഴുതുന്നതിന് പ്രയാസമുള്ളവരുണ്ട്, ചിലർക്ക് ഓർമ്മ കിട്ടത്തില്ല, ഓർത്തെടുത്ത് കമ്പ്യൂട്ടറിൽ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റാത്തവരുണ്ട്, തീരുമാനം എടുക്കാൻ താമസം എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. കുടുംബത്തിലെ പ്രത്യേക അവസ്ഥ കൊണ്ടും പിന്നെ ഹോസ്റ്റലിൽ അവിടെയൊക്കെ നിൽക്കുന്നവർ ഭക്ഷണമില്ലായ്മ കൊണ്ടും നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടും അവന് ഉറക്കമില്ലാത്തത് കൊണ്ടും വയറൊക്കെ മോശമായിരുന്നതുകൊണ്ടും പല ആൾക്കാർക്കും പലതരം ശാരീരികമായ പല അവശതകളും ഉള്ളതുകൊണ്ടും പല കാര്യങ്ങളെയും ബാധിക്കുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരാശ്വാസമില്ലാതെ പരക്കം പാകുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്നെ യേശുനാമത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിലെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിൻ്റെ വഴികളിൽ നീ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ വഴികളിൽ നീ ഇന്ന് സംസാരിക്കുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിലെ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും നിൻ്റെ ഓരോ ചിന്തകളും നിൻ്റെ ഓരോ തീരുമാനങ്ങളും അത് അനുകൂലമാണ് നടക്കാനും അനുകൂലമല്ലെങ്കിൽ നിനക്കെതിരാണെങ്കിൽ നടത്താതിരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നീ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധമ്മ ദൈവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ട എന്താണെന്നറിയോ? ഈ നിലനിൽപ്പില്ലേ, നിലനിൽപ്പ് ഒരു ചില്ലറ വിഷയമല്ല കേട്ടോ. കണ്ടിന്യൂറ്റി, കവനൻ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ള സബ്ജക്റ്റ് പറയണത്. അതിനോട് ബന്ധപ്പെട്ടൊരു വാക്കാണ് യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതാണ് വിഷയം. ഞാൻ ഇപ്പം ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ഓർത്തേക്കണം, നിങ്ങൾ വന്ന് ഇടിച്ചു തല്ലി കയറി മസിലി പിടിച്ച് ഉടമ്പടി എടുത്തുകൊണ്ട് പോയതല്ല, ദൈവം നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചതാണ്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും, ഉടമ്പെടുത്തത് എന്തിനാണ്? പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഈ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും നിങ്ങളെ നിയോഗിച്ചത് ആരാണ്? ഈശോ തന്നെയാണ്. അപ്പം അങ്ങനെ നിയോഗിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് യേശുവാണ് എന്നെ നിയോഗിച്ചത് എന്നുള്ള ബോധം ഉണ്ടാവേണ്ടതാണ്. നമുക്ക് യേശുവാണ് എന്നെ നിയോഗിച്ചത്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ തിരുപ്പട്ടം മേടിക്കുമ്പോഴേ സത്യമായിട്ട് ആ ബോധമുണ്ട്. കർത്താവിൻ്റെ നിയോഗത്തിലാണ് നമ്മൾ ഒരു രൂപത്തിലാണ് ഇൻകാർണേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എല്ലാ രൂപതയും റിലീജിയസും എല്ലാം ബേസിക്കായിട്ട് ആര് വിളിച്ചതാണ്? ഈശോ വിളിച്ച് നിയോഗിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ മനസാക്ഷി ഈശോ നമ്മളിൽ വസിച്ചുകൊണ്ട്, നാളെ നമ്മളത് കാണും, ഈശോ വസിച്ചുകൊണ്ട് ഈശോയുടെ പ്രവർത്തി ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കാണും. അത് നിങ്ങൾ അതിലേക്ക് വരണമെന്ന് എൻ്റെ അച്ഛൻ്റെ അഭിപ്രായം. ഇപ്പോഴെന്താ വിഷയം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ ചെയ്യുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനം, അതുപോലെ തന്നെ രോഗി പരിചരണം, അതുപോലെ തന്നെ ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യണം. പൗലോസ് 10 ദിവസത്തിനെക്കുറിച്ച് നല്ലവണ്ണം പറയുന്നുണ്ട്. പ്രസംഗിക്കുന്നവൻ കർത്താവിന് അരുളപ്പാട് ലഭിച്ച പോലെ പ്രസംഗിക്കട്ടെ. 1 Petrus 4:11. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട്. ഈ പള്ളികളിലൊക്കെ പ്രസംഗത്തിന്റെ പുസ്തകം നോക്കി ചില അച്ഛന്മാർ കഥകൾ പറയത്തില്ലേ? കൃപാസനത്തിന്റെ കേമത്തം പറയുകയല്ല, പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട് കൃപാസനത്തിൽ വല്ലപ്പോഴും കഥ പറയുന്നത്. നിങ്ങൾ ഉറങ്ങിയാലും തൂങ്ങിയാലും ഐ വിൽ നോട്ട് സേ എനി സ്റ്റോറി. എന്താ കാര്യം? ഇതാണ് കാരണം. പ്രസംഗിക്കുന്നവൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ നിങ്ങൾ ആതുര സേവനത്തിന് പോകത്തില്ലേ? കേട്ടോ, ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവന് ശക്തി വേണം. അല്ല ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞ് ഓടിക്കെട്ടി നേരെ ആശുപത്രിയിലോട്ട് പോകരുത്. കുറച്ച് കഴിയുമ്പോൾ തളരും, മടുക്കും, മുരണിപ്പ് തോന്നിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണം മുരണിപ്പെന്ന്. ബോറടിക്കത്തില്ലേ? അതിനാണ് മുരണിപ്പെന്ന് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ബോറടിക്കുന്നു നമുക്ക് വർക്ക്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കണം. വെച്ചാൽ ഈ വിഷയം വെച്ചുകൊണ്ട് നമ്മൾ ആതുര സേവനം, ഇപ്പം ഞങ്ങളൊക്കെ ഉള്ള കാര്യം പറയാം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും സുവിശേഷ വേലയ്ക്ക് പോകുമ്പോഴും ഞാൻ സമരത്തിനൊക്കെ പോകും.
ചില അവകാശ പോരാട്ടത്തിനൊക്കെ പോകും. അപ്പോഴൊക്കെ ഇല്ല ഒരു 3-4 ജപമാലയൊക്കെ ചൊല്ലിയിട്ടാണ് പോണത്. പിന്നെ രാത്രിയും പകലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പിറ്റേ ദിവസം നടക്കാനുള്ള എല്ലാ വിഷയവും സമർപ്പിക്കും. അതാണ് അതാണ് ഈ പടം ഒന്നിൽ വായിച്ചത്. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്ന പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അതാണ്. ഇപ്പൊ നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കാനൊക്കെ നിങ്ങൾ പോകത്തില്ലേ? രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ 3 മണിക്കൊക്കെ 4 മണിക്ക് ചോറുണ്ടാക്കി ആശുപത്രി കൊണ്ട് കൊടുത്തിട്ടല്ലേ നിങ്ങൾ ഓഫീസിൽ പോണത്. നിങ്ങൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ഉടുപ്പ് കൊടുക്കുന്നവരുണ്ട്. ശുശ്രൂഷിക്കുന്നവൻ എന്ത് ചെയ്യണം? ഒരു ഉത്തരവാദിത്വം, ഉടമ്പടിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ള എല്ലാ ഐഡിയ ചെയ്യരുത്. മറിച്ച് എന്താണ്? ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവരെ പോലെ ശുശ്രൂഷിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മളിരുന്ന് ആ വിഷയം സമർപ്പിച്ച്, കർത്താവേ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിനും എന്നെ ഇത് ഏൽപ്പിച്ചതിനും അങ്ങയ്ക്ക് വേണ്ടി ഈ ജോലി ചെയ്യാൻ എനിക്ക് അവസരം തന്നതിനും നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, എൻ്റെ ശുശ്രൂഷ നിങ്ങളുടെ ശുശ്രൂഷ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവേ എന്നെ ശക്തീകരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കണേ. അപ്പോൾ ഇടിവിട്ട് അനുഭവമായിരിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.